ഹേയ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു 3 Minutes റെസിപ്പീസ് അല്ല ടേൽസ് ഓഫ് 11. ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഐ ആം അജിത് അനിൽ, സോൾ ചൈൽഡ് ഓഫ് ദീപ അനിൽ ആൻഡ് അനിൽ റിയ. പ്രൊഫഷണൽ വൈസ് പറയുവാണെങ്കിൽ ഞാൻ മർച്ചനയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡെക്കേഡായിട്ടാണ് 12 months ട്രെയിനിങ് കഴിഞ്ഞിട്ട് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ആക്ച്വലി ഇത് കേൾക്കുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ ചാനലിൻ്റെ പേര് 3 Minutes റെസിപ്പീസ് എന്നായിരുന്നു. 3 minutes ഡ്യൂറേഷനുള്ള കുക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എൻ്റെ ഫേസോ സൗണ്ടോ ഒന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ എനിക്കെൻ്റെ ഫേസ് കാണിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഒരു മടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്തത്. പിന്നെ കോളേജ് ജോയിൻ ചെയ്തു, അതുപോലെ ടെമ്പററി ആയിട്ട് ചാനൽ സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് പേഴ്സൺ ആയിരുന്നു. ഒരു ടിപ്പിക്കൽ പഠിപ്പി ആ ഒരു രീതിയാണ് സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത്. എൻ്റെ മൈൻഡിൽ പക്ഷേ കുറേ ആഗ്രഹങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതെന്തോ പുറത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അന്നത്തെ ഇൻട്രോവേർട്ട് നേച്ചർ കൊണ്ടായിരിക്കും. പിന്നെ ഈവൻ ഞാൻ എൻ്റെ കുറേ റിലേറ്റീവ്സിനെയൊക്കെ ഉണ്ടല്ലോ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി സംസാരിക്കാണ്ട്, അങ്ങനെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയൊക്കെ നിന്നിട്ടുണ്ട് സംസാരിക്കാണ്ട്. ഇപ്പോൾ അത് എൻ്റെ റിലേറ്റീവ്സ് ആയാലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു +1 +2 ഒക്കെ ആയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ എന്നെ തന്നെ പുഷ് ചെയ്ത് ഞാൻ കുറച്ചുകൂടെ ഒക്കെ ആക്റ്റീവായി തുടങ്ങിയത്. എൻ്റെ സ്കൂൾ ഡേയ്സിൽ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് +1 +2 ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ കുറേയൊക്കെ മാറിയില്ലോ എന്നൊക്കെ. അപ്പം ഞാൻ തന്നെ കുറച്ച് നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കി. പിന്നെ കോളേജ് ലൈഫും നല്ലതായിരുന്നു. കോളേജ് എന്ന് പറയുമ്പം ഞാൻ മർച്ചൻ്റെയി പ്രൊഫഷൻ ആയതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ വരത്തില്ല, ആ ഒരു കൈൻഡ് ഓഫ് വൈബായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായിരുന്നു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്തു, 12 months ട്രെയിനിങ് കഴിഞ്ഞു. ഇനിയിപ്പം എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇതാണ് നിൽക്കുന്നത്. ഇതാണ് എന്നെക്കുറിച്ചെന്ന് പറയുവാണെങ്കിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ഷിപ്പിലുണ്ടായ സമയത്ത് എനിക്ക് അതിൽ 3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിക്കണം, 2 ജിമ്മിൽ ചേരണം, 3 ഞാൻ നിർത്തിവെച്ച യൂട്യൂബ് ചാനൽ എനിക്ക് നല്ലപോലെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം എല്ലാവരുടെയും പോലെ എനിക്കും എൻ്റെ കരിയർ തന്നെയായിരുന്നു ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. സോ ഞാൻ ഷിപ്പിൽ നിന്ന് 12 months കഴിഞ്ഞ് ഇറങ്ങിയ ഉടൻ തന്നെ എനിക്ക് തീർക്കാനുള്ള കുറച്ച് കോഴ്സസും ഒക്കെ ഞാൻ തീർത്തു. എന്നിട്ട് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാനൊരു ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. ഞാനൊരു 3 മാസത്തോളം ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ക്യാഷിനൊക്കെ ഒരു ഇഷ്യൂ കാരണം ഞാനിപ്പോൾ ടെമ്പററി ആയിട്ട് നിർത്തി വെച്ചേക്കുവാണ്. ഇനി അടുത്ത പറയുകയാണെങ്കിൽ ജിമ്മ് ഞാൻ ഉടനെ തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ 3-മത്തെ യൂട്യൂബ് ചാനൽ, റീസ്റ്റാർട്ടിങ് മൈ യൂട്യൂബ് ചാനൽ. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ആം ഡൂയിങ് ഫോർ മൈസെൽഫ്. എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന പോലെ എനിക്കൊരു തോന്നൽ അതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിനുള്ള കാരണം. ഇതെനിക്ക് കുറച്ച് കോൺഫിഡൻസ് തരുകയും എനിക്ക് കുറച്ച് മെൻ്റലി കുറച്ച് പീസ് തരുകയൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ശരിക്കും ഇത് മണി ഓറിയൻറ്റഡ് ആ ഒരു തോട്ടിലല്ല ഈ ചാനൽ ഞാനിപ്പം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് നല്ല നല്ല മെമ്മറീസ് സ്റ്റോർ ചെയ്ത് എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് കാണണമെങ്കിൽ, ഇപ്പോൾ ഷിപ്പിലൊക്കെ പോകുമ്പോഴും ഇടയ്ക്കൊന്ന് കാണണമെങ്കിൽ എടുത്ത് നോക്കാമല്ലോ. പിന്നെ ഒരു ചോദ്യം വരാം, വൈ യൂട്യൂബ് എന്ന്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ എടുത്ത് പറയുമ്പം ഞാൻ കുറേ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെയും കുറേ പീപ്പിളിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് എന്തോ നല്ലൊരു കോൺഫിഡൻസ് തരുന്നു. അതുകൊണ്ടാണ് യൂട്യൂബ് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനി ഒരു മെയിൻ കാര്യം, ചാനലിൻ്റെ പേര് ടേൽസ് ഓഫ് 11. മലയാളത്തിൽ അർത്ഥമുള്ളത് തന്നെ 11ൻ്റെ കഥകൾ. അത് തന്നെയാണ് ഞാനും മീൻ ചെയ്യുന്നത്. ഞാൻ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അത് 11 AM ആ ടൈമിലായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോറീസ് ഓഫ് 11 ആ ഒരു ഐഡിയ വരത്തില്ലേ. പിന്നെ പലർക്കും 11 ടൈം ഭയങ്കര ലക്കി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും എന്തോ 11 ടൈം ഭയങ്കര ഇഷ്ടമാണ്, ലക്കി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേരിലും ഒരു 11 കൊണ്ടുവന്നുകൂടാ എന്നാലോചിച്ചത്. അതുകൊണ്ടാണ് ടേൽസ് ഓഫ് 11 എന്ന പേരിട്ടത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ മെയിൻലി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചാനലിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, എന്നെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ചാനലിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ പേരും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്രയും പറയുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.